നമ്മുടെ പാലടയോടെ മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു പായസം തന്നെയാണ് കേട്ടോ ഇത്. മക്രോണി പാസ്ത പായസം. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നു. ഞാനിവിടെ മക്രോണി പാസ്തയാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം, ഏകദേശം ഇങ്ങനൊരു 3 പിടി പാസ്ത എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ചെറുതായിട്ട് പൊടിച്ചെടുക്കണേ. വേവുന്ന സമയത്ത് ഇത് കുറച്ച് വലുതായി വരും. അപ്പോൾ ചെറുതാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 1 ലിറ്റർ പാലൊന്ന് ഞാനൊരു അര കപ്പ് എടുത്തിട്ട് അതിലൂടെ 1.5 കപ്പ് വെള്ളം ചേർത്ത് ഈ പൊടിച്ച പാസ്തയും ചേർത്തിട്ട് കുക്കറിലിട്ട് 2 വിസിലടിച്ചെടുത്തു. പ്രഷറൊന്നും കളയണ്ട. സാധാരണ രീതിയിൽ പ്രഷർ പോയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കി വന്ന പാല് ഒരു കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അതിൽ 3/4 കപ്പോളം പഞ്ചസാരയും ചേർത്ത് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് പാലൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 40 മിനിറ്റ്സ് ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ ഇടുക. വിസിൽ വന്നാലൊന്നും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം അത് തുറക്കുമ്പോൾ അതേ ഇങ്ങനെ ഒരു നല്ല കളറായി വരും. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ, അത് നല്ല കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസായി കട്ട ഉടച്ചെടുക്കുക. എന്നിട്ട് ഈ പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് നന്നായി കുറുക്കിയെടുക്കുക. ഒരു പായസത്തിൻ്റെ പരുവത്തിലേക്ക് മാറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിയാൽ തന്നെ ഇത് നല്ല കുറുകി വരും. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം. ഏകദേശം നമ്മുടെ പാലടയുടെ ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ഓണസദ്യയിലെ താരം ഇവൻ തന്നെ ആയിക്കോട്ടെ.